യൂണിവേഴ്സിറ്റിയുടെ MSc കമ്പ്യൂട്ടർ സയൻസ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന പേപ്പറിലെ 4ാമത്തെ യൂണിറ്റാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിലെ 4ാമത്തെ യൂണിറ്റിൽ കമ്പ്യൂട്ടബിലിറ്റി ആൻഡ് ഡിസൈഡബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണുള്ളത്. അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഏരിയയാണ് P&NP പ്രോബ്ലംസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണിത്. അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഈ ഒരു P&NP പ്രോബ്ലംസ് നമ്മൾ നന്നായി നോക്കണം. എന്താണ് ഈ P&NP പ്രോബ്ലംസ് എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്ലാസ്സസിനെ കുറിച്ചൊക്കെയാണ്. അതായത് അൽഗോരിതത്തിൻ്റെ ക്ലാസ്സസിനെ കുറിച്ചിട്ട്. അതായത് ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ കുറേ ക്ലാസ്സസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എന്ത് രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം എത്തിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം ചിലപ്പോൾ വലിയൊരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ചെറിയ പ്രോബ്ലം ആയിരിക്കാം, നമുക്ക് നിസ്സാരമാക്കി സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആയിരിക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലക്സിറ്റി പലതായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ ഒരു പ്രോബ്ലം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് ആക്കിയിട്ട് മാറ്റുന്നത്. ആ കോംപ്ലക്സിറ്റി ഏത് ക്ലാസ്സിൽ പെടും എന്നുള്ളത്. അപ്പോൾ കോംപ്ലക്സിറ്റി ക്ലാസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് വിത്ത് റിലേറ്റഡ് കോംപ്ലക്സിറ്റിയാണ്. ഒരേ കോംപ്ലക്സിറ്റി വരുന്നതൊക്കെ എന്ത് ചെയ്യും, ഒരു ക്ലാസ്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സസ് ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഒരേപോലത്തതൊക്കെ നമുക്ക് ഒരു സമയം കൊണ്ട്, ഇപ്പോൾ ഈ കോംപ്ലക്സിറ്റി അനുസരിച്ച് വലിയ പ്രോബ്ലംസ് ഇപ്പോൾ നമുക്കൊരു 2 hours ഒക്കെ എടുക്കുന്നതെന്ന് വിചാരിക്കും. ചില പ്രോബ്ലംസ് ഒരു 5 minute മാത്രം മതി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിന് കുറച്ചും കൂടെ എളുപ്പമായി അല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ഓരോന്നിന് എത്ര ടൈം വേണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്ര സ്പേസ് വേണം, ടൈം എത്ര വേണം, സ്പേസ് എത്ര വേണം എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് ഈ കോംപ്ലക്സിറ്റി ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഈ കോംപ്ലക്സിറ്റി ക്ലാസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ വരുന്ന മെയിൻ റിസോഴ്സ് നമ്മൾ ഓർത്ത് വയ്ക്കുക, സ്പേസും ടൈമുമാണ് നമ്മുടെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ റിസോഴ്സസ് ആർ ടൈം ആൻഡ് സ്പേസ് എന്ന് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എത്രത്തോളം മെമ്മറി യൂസേജ് ഉണ്ടായി, അല്ലെങ്കിൽ എത്രത്തോളം ടൈം അത് സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തു അല്ലേ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം അല്ലേ. ടൈം കോംപ്ലക്സിറ്റി എന്തായിരിക്കണം, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം വരേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിറ്റി ക്ലാസ്സസിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേയായിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കാം. പോളിനോമിയൽ ടൈമും അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ടൈം എന്ന് പറഞ്ഞുള്ള 2 ടൈമാണ് അൽഗോരിതത്തിന് വരുന്നത്. ജസ്റ്റ് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഈ കോംപ്ലക്സിറ്റി ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് P ക്ലാസ്സും NP ക്ലാസ്സുമാണല്ലോ നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ പോളിനോമിയൽ ടൈമും അതുപോലെ തന്നെ എന്താണ് എക്സ്പോണൻഷ്യൽ ടൈമും. ഇത് വളരെ ബേസിക് ആയുള്ളൊരു കാര്യം അറിയാൻ വേണ്ടി മാത്രമാണ് ഈ 2 ടൈംസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഇനി വരുന്ന ടോപ്പിക്കുകൾക്ക് എന്ത് വേണം, ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ വേണം. അതുകൊണ്ട് മാത്രമാണ് കാരണം NP കംപ്ലീറ്റ് പ്രോബ്ലംസിൽ ടൈം റിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോളിനോമിയൽ ടൈമും അതുപോലെ തന്നെ ഈ എക്സ്പോണൻഷ്യൽ ടൈമും ഒക്കെ നമുക്ക് ഒരു ഐഡിയ വേണം. അപ്പോൾ പോളിനോമിയൽ ടൈം അൽഗോരിതംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റ് ആയുള്ളതും, എക്സ്പോണൻഷ്യൽ ടൈം അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എന്നാണ് പൊതുവേ പറയാറ്. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയുള്ള ഒരു അൽഗോരിതമാണ് ഈ പോളിനോമിയൽ ടൈം അൽഗോരിതം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻ്റ് ആയുള്ള ഒരു അൽഗോരിതമാണ്. ഇതാണെങ്കിൽ ഒരു ഇൻഎഫിഷ്യൻ്റ് ആയുള്ള അൽഗോരിതമാണ്. കാരണം എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ഈ പേരിലുള്ള പോലെ തന്നെ എക്സ്പോണൻഷ്യൽ ആയിക്കൊണ്ടിരിക്കുക, അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതാണ് ഒരു മെയിൻ ആയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളിനോമിയൽ ഈ വേരിയബിൾസ് ഒക്കെ ഒരു പവർ പോലെയൊക്കെയാണ് വരിക അല്ലേ. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ റൈസ് ചെയ്യുന്നത് ഒരു പവറൊക്കെ വെച്ചിട്ടാണ്. എക്സ്പോണൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്പോണൻ്റ് ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആയി? അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട കാര്യം.
ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെയൊക്കെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ ഒന്ന് ഓർത്ത് വെക്കേണ്ടത് എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അതായത് പോളിനോമിയൽ ടൈം ലീനിയർ സെർച്ചിനും ബൈനറി സെർച്ചിനും ബബിൾ സോർട്ട്, ക്യുക്ക് സോർട്ട്, മെർജ് സോർട്ട്, സെർച്ച് ആൻഡ് സോർട്ടിൽ ഓരോന്നിൻ്റെയും പോളിനോമിയൽ ടൈം വരുന്നത് എത്രയെന്നൊന്ന് പഠിച്ചു വയ്ക്കുക. ലീനിയർ സെർച്ചിന് ഓർഡർ ഓഫ് n ആണ്. ബൈനറി സെർച്ച് ആണെങ്കിൽ ഓർഡർ ഓഫ് ലോഗ് n ആണ്. ബബിൾ സോർട്ടിന് ഓർഡർ ഓഫ് n സ്ക്വയർ, ക്യുക്ക് സോർട്ടും ഓർഡർ ഓഫ് n സ്ക്വയർ, ഓർഡർ ഓഫ് n ലോഗ് n ആണ് മെർജ് സോർട്ടിന് വരുന്നത്. ഇനി നാപ്സാക്ക് പ്രോബ്ലംസ് ഉണ്ട്, അതിന് വരുന്നത് ഓർഡർ ഓഫ് 2n ആണ്. സെയിം തന്നെയാണ് സം ആൻഡ് സബ്സെറ്റ് പ്രോബ്ലത്തിന് വരുന്നത്. ഗ്രാഫ് കളറിംഗ് പ്രോബ്ലത്തിന് വരുന്നതും സെയിം തന്നെയാണ്. കണ്ടോ, ഒക്കെ റേസ് ടു ആണ്. ഹാമിൽട്ടോണിയൻ സൈക്കിളിന് വരുന്നത് ഓർഡർ ഓഫ് 2n ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഈ ക്ലാസ്സസ്, കോംപ്ലക്സിറ്റി ക്ലാസ്സസിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പം കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 5 ക്ലാസ്സസ് ആണുള്ളത്. ഇതാദ്യം ഒന്ന് ഓർത്ത് വയ്ക്കാം. 5 ക്ലാസ്സസ് ആണ് ഈ ഒരു കോംപ്ലക്സിറ്റി ക്ലാസ്സസ് ആയിട്ട് വരുന്നത്. അതിലൊന്നാണ് ഈ പറഞ്ഞ പി ക്ലാസ്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് NP ക്ലാസ്. പി ക്ലാസ്, NP ക്ലാസ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽ ടൈം. ഓക്കെ, പി ക്ലാസ് പോളിനോമിയൽ ടൈം, പി സ്റ്റാൻഡ് ചെയ്യുന്നത്. NP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ NP അത് ഞാൻ പറയാം. പിന്നെ NP ഹാർഡ്, NP കംപ്ലീറ്റ്, ഇതിനെ കൂടെ ഒരെണ്ണം കൂടിയുണ്ട്, CONP എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ അത് ഓരോന്നും എന്താ നമുക്ക് നോക്കാം. അപ്പോൾ പി ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് പോളിനോമിയൽ ടൈം അൽഗോരിതമാണ്. പിന്നെ NP ക്ലാസ് എന്ന് പറഞ്ഞാൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം അൽഗോരിതമാണ്. എന്താണ് ഈ നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ഡിറ്റർമിനിസ്റ്റിക്കും? അതായത് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ പേരിലുള്ളത് പോലെ തന്നെ അൽഗോരിതത്തിന് എന്തുണ്ട്? ഒരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഒരു എഫിഷ്യൻ്റ് ആയുള്ളൊരു സൊല്യൂഷൻ എന്തിനുണ്ട്? ആ ഒരു അൽഗോരിതത്തിനുണ്ട്. മറ്റേ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിലോ എന്തില്ല? ഒരു സൊല്യൂഷൻ ഇല്ല. ക്ലിയർ ആയോ? അൽഗോരിതത്തിന് എന്തില്ല? ഒരു സൊല്യൂഷൻ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടില്ല. കോംപ്ലക്സിറ്റി ഡിറ്റർമിനിസ്റ്റിക്കിന് പോളിനോമിയൽ ടൈം ആയിരിക്കും, നോൺ ഡിറ്റർമിനിസ്റ്റിക്കിന് അൺനോൺ ആയിരിക്കും അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. എല്ലാ പോളിനോമിയൽ ടൈം അൽഗോരിതംസും ലിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടാണ്. കാരണം അതിനൊരു സൊല്യൂഷൻ നമുക്ക് ആ പോളിനോമിയൽ ടൈം കോംപ്ലക്സിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യും? ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. എത്ര ടൈം കോംപ്ലക്സിറ്റി എന്നുള്ളത് കിട്ടും. ഇവിടെ സ്റ്റെപ്സ് അൺനോൺ ആയ കാരണം നമുക്കത് കണ്ടുപിടിക്കാൻ എന്താണ്? സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒത്തിരി സ്റ്റെപ്പുകളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഈ 2 കേസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൊടുത്തുള്ളൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയുള്ള ഒരു അൽഗോരിതത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, അതിൻ്റെ സൊല്യൂഷൻ ഇതിങ്ങനൊരു ലൂപ്പിലേക്കൊക്കെ വരുന്ന കാരണം കണ്ടീഷൻ മെറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിനൊക്കെയാണ് എന്ത് വരിക? സൊല്യൂഷൻസ്, അൽഗോരിതത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വരിക. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പി പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പി പ്രോബ്ലം നമുക്ക് പറയാം. അതിന് മുന്നേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്? NP ക്ലാസ് അല്ലേ? അത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയുള്ള പോളിനോമിയൽ ടൈം അൽഗോരിതമാണ്. NP ഹാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹാർഡ് പ്രോബ്ലം ആണ്. NP പ്രോബ്ലം ക്യാൻ ബി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ പാടല്ലേ? അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. NP കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്രോബ്ലം ബോത്ത് ഇൻ NP ആൻഡ് NP ഹാർഡ് രണ്ടിലും വരുന്ന ടൈപ്പാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതല്ലാതെ മറ്റൊന്നും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് നമ്മുടെ സിലബസിൽ അങ്ങനെ പറയുന്നൊന്നുമില്ല, അത് എടുത്ത് പറയാനൊന്നും പറയുന്നില്ല. CONP ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആൻസേഴ്സ് ക്യാൻ ബി ചെക്ക്ഡ് ഇൻ പോളിനോമിയൽ ടൈം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ക്ലാസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും എന്നറിയോ? അതായത് NP ഹാർഡാണ് ഇങ്ങനെ മുകളിലായിട്ട് വരിക, പിന്നെ NP കംപ്ലീറ്റ് ഇതിനുള്ളിലായിട്ട് വരും, NP ഇവിടെയും, അതുപോലെ തന്നെ അതിനുള്ളിലാണ് എന്ത് വരുന്നത്? നമ്മുടെ P വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് ഈ പി പ്രോബ്ലംസ് എന്ന് നോക്കാം.
പി പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി എന്താണ്, പോളിനോമിയൽ ടൈം ആണെന്നാണ് പറഞ്ഞത് അല്ലേ. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പോളിനോമിയൽ ടൈം ആണല്ലോ. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനോമിയൽ ടൈമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻ ഓഫ് ഡിസിഷൻ പ്രോബ്ലംസ്, അതായത് പ്രോബ്ലംസ് വിത്ത് എസ് ഓർ നോ ആൻസർ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ എ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ ഇൻ പോളിനോമിയൽ ടൈം. നമുക്കൊരു പോളിനോമിയൽ ടൈമിൽ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എസ് ഓർ നോ എന്ന രീതിയിൽ ഇത് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ, അതായത് സൊല്യൂഷൻ ടു പി പ്രോബ്ലംസ് ഈസ് ഈസി ടു ഫൈൻഡ്. ഇതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ ഈ പി എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലമാണ്, അത് സോൾവബിൾ ആയിരിക്കും എന്നാണ് മറ്റൊരു കാര്യം. ക്ലിയർ ആയോ? അപ്പം ഇത് നമുക്ക് സൊല്യൂഷൻ ഓഫ് പി പ്രോബ്ലംസ് ഈസിയാണ്, പിന്നെ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ആയതുകൊണ്ട് ഇതെല്ലാം സോൾവബിൾ ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി എൻ പി ക്ലാസ് എന്താണെന്ന് നോക്കാം. എൻ പി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് വെരിഫയബിൾ ഇൻ പോളിനോമിയൽ ടൈം ആണ്. അതായത് പോളിനോമിയൽ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് വെരിഫൈ ചെയ്യാം, കറക്റ്റ് ആണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എൻ പി എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ പ്രോബ്ലംസ് ആണ്. ഇത് കറക്റ്റ്നെസ് ഒക്കെ നമ്മുടെ ആൻസർ എത്രത്തോളം കറക്റ്റാണ്, നമുക്ക് വിത്ത് ദ എയ്ഡ് ഓഫ് ദ ലിറ്റിൽ എക്സ്ട്രാ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് എത്രത്തോളം കറക്റ്റാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ, അതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ്. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കോംപ്ലക്സിറ്റിയാണ് എൻ പി ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിസിഷൻ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇവിടെ ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ പോളിനോമിയൽ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, we are not asking for a way to find a solution but only to verify that solution is really correct. എൻ പിയിൽ ഇത് ഏത് രീതിയിൽ ചെയ്തു എന്നതിന് വലിയ പ്രസക്തിയില്ല, അത് ആൻസർ കറക്റ്റ് ആണോ അല്ലേ എന്നാണ് നോക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ ഈ ഇതിനകത്ത് എല്ലാ പ്രോബ്ലംസും എന്തായിരിക്കും, എക്സ്പൊണൻഷ്യൽ ടൈമിലായിരിക്കും വരുന്നത്. അതായത് എവറി പ്രോബ്ലം ഇൻ ദ ഗിവൺ ക്ലാസ് ക്യാൻ ബി സോൾവ് ഇൻ എക്സ്പൊണൻഷ്യൽ ടൈം. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്, അതിൻ്റെ പേരാണ് ബൂളിയൻ സാറ്റിസ്ഫിയബിലിറ്റി പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമാണ് ഈ ഒരു കേസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ റിലേഷൻ പഠിക്കുന്നത്. എൻ പിയും പിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. പി ആണ് നമ്മൾ ഇതിന് ഉള്ളിൽ എഴുതുന്നതാണ് പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പി ഇവിടെ അല്ലേ, അതിന് പുറത്താണ് എന്ത് വരുന്നത്, എൻ പി വരുന്നത്. കാരണം എന്താ, പി പ്രോബ്ലംസ് എന്താണ്, ഈസി ടു ഫൈൻഡ് ആണ് അല്ലേ, ഒരു പോളിനോമിയൽ ടൈമിലൊക്കെ വരുന്നതാണ്. എൻ പി ആണെങ്കിലോ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് മെഷീൻ പോളിനോമിയൽ ടൈമൊക്കെ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ എൻ പിക്ക് തന്നെ എക്സാമ്പിളാണ് ബൂളിയൻ സാറ്റിസ്ഫിയബിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്, ഹാമിൽട്ടോണിയൻ പാത്ത് പ്രോബ്ലം, ഗ്രാഫ് കളറിങ്, ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരുന്നത്. ഇപ്പോൾ ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം, നമ്മളൊരു കമ്പനിയുണ്ട്, ആ കമ്പനിയിൽ ഒരു 1000 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവർക്കൊക്കെ യുണീക്കായുള്ളൊരു ഐ ഡി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1000 എംപ്ലോയീസിനും യുണീക്കായുള്ള ഐ ഡി ഉണ്ട്. ഓക്കെ ആണല്ലോ. നമുക്കൊരു 200 റൂം അവൈലബിൾ ആണെന്ന് വിചാരിക്കും. 200 റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവരെയൊക്കെ നമുക്ക് 200 റൂമിലാക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു സെലക്ഷൻ എന്ത് ചെയ്യും, 200 എംപ്ലോയീസിനെ നമ്മളിങ്ങനെ പെയർ ചെയ്യും അല്ലേ. പക്ഷേ CEO എന്ന് പറയുന്ന ആൾ, അതായത് കമ്പനിക്ക് ഒരു CEO ഉണ്ടാവുമല്ലോ, ഈ CEO എന്ത് ചെയ്തു, has the data of some employees who can't work in the same room due to personal reason. അപ്പോൾ CEOയുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ പറഞ്ഞ എന്താ വെച്ചാൽ ഈ 1000 പേരിലെ എല്ലാവരും എന്താവില്ല, നല്ല ഫ്രണ്ട്സ് ആവില്ല അല്ലേ. അപ്പോൾ ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1000 കുറച്ച് പേർക്ക് എന്താണ്, നമ്മൾ 200 റൂമിലാക്കുന്ന സമയത്ത് ചില ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ചാക്കാൻ പറ്റില്ല എന്ന് CEO പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയ പേഴ്സണൽ റീസൺസ് ഒക്കെ കാരണം. സോ അപ്പോൾ ഇതൊരു എൻ പി പ്രോബ്ലമാണ്. കാരണം ഇത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. 200 എംപ്ലോയീസിനെ നമ്മളിങ്ങനെ ഇട്ട് ഈ കോവർക്കേഴ്സ് ഏതൊക്കെയാണ് സാറ്റിസ്ഫിക്കേറ്ററി അല്ല എന്നൊക്കെ നോക്കേണ്ടി വരും. സാറ്റിസ്ഫിക്കേറ്ററി ആണോ അല്ലേ എന്നൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ നോ പെയർ ടേക്കൺ ഫ്രം ദ കോവർക്കർ ലിസ്റ്റ്, ആ പറഞ്ഞ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. CEO തന്ന ലിസ്റ്റ് നോക്കിയിട്ട്
വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഇംപ്രാക്ടിക്കബിൾ ആയുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും. ഇത്രയും എംപ്ലോയീസൊക്കെ റൂംസും എംപ്ലോയീസൊക്കെ വരുന്നത് കാരണം. ക്ലിയർ ആയോ? അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസിന് എക്സാമ്പിളാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാറ്റിസ്ഫിക്കേറ്ററി പ്രോബ്ലം എന്ന് പറയുന്നത്, ഹാമിൽട്ടോണിയൻ പാത്ത് പ്രോബ്ലം എന്ന് പറയുന്നത്, ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് പിയും എൻ പിയും. അപ്പോൾ പി എന്ന് പറഞ്ഞ പ്രോബ്ലം നമുക്ക് എന്താവില്ല, ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് പിയും എൻ പിയും തമ്മിലുള്ളൊരു റിലേഷൻ. ഇനി നമുക്ക് എൻ പി ഹാർഡ് ക്ലാസ് എന്താണെന്ന് നോക്കാം. എൻ പി ഹാർഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം, അതായത് എൻ പി ഹാർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഹാർഡ് ആസ് ദ ഹാർഡസ്റ്റ് പ്രോബ്ലം ഇൻ എൻ പി. എൻ പിയിൽ തന്നെ ഹാർഡസ്റ്റ് ആയുള്ളൊരു പ്രോബ്ലമാണ് എന്ത്, എൻ പി ഹാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ പി ഹാർഡിലുള്ളതിനെ നമുക്ക് എൻ പിയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാ എൻ പി ഹാർഡ് പ്രോബ്ലംസും എൻ പിയിലുള്ളതായിക്കൊള്ളണം എന്നില്ല. ഓൾ എൻ പി ഹാർഡ് പ്രോബ്ലംസ് ആർ നോട്ട് ഇൻ എൻ പി. പിന്നെ ഇതിനെന്തായാലും എന്ത് ചെയ്യും, ഒരുപാട് സമയമെടുക്കും അല്ലേ. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒത്തിരി സമയമെടുക്കും എന്നാണ്. പിന്നെ അത് റൈറ്റ് ആണോ റോങ് ആണോ കറക്റ്റ് ആണോ തെറ്റാണോ എന്നൊക്കെ അറിയാനും നമുക്ക് സമയമെടുക്കും. അപ്പോൾ ഒരു പ്രോബ്ലം എൻ പി ഹാർഡിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ there exists a polynomial time reduction from L to A. ഓക്കെ ആണല്ലോ. ഇതിന് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ബൂളിയൻ സാറ്റിസ്ഫിയബിലിറ്റി പ്രോബ്ലമാണ്. ബൂളിയൻ സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലമാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. മാത്രമല്ല ഇതല്ലാത്ത കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ കാറ്റഗറിയിലാണ് ഈ ഒരു എക്സാമ്പിൾ പ്രോപ്പറായിട്ട് വരുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഈ എക്സാമ്പിൾ എഴുതിയാൽ മതി. ഹാൾട്ടിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. ഹാൾട്ടിംഗ് പ്രോബ്ലം ഇത് എൻ പി ഹാർഡിൽ വരുന്നതാണ്. പിന്നെ നോൺ ഹാമിൽട്ടോണിയൻ സൈക്കിൾ, നോൺ ഹാമിൽട്ടോണിയൻ സൈക്കിൾ. ഓക്കെ ആണല്ലോ. ഇനി എൻ പി കംപ്ലീറ്റ് ക്ലാസ് എന്താണെന്ന് നോക്കാം. എൻ പി കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എൻ പി ആവണം, എൻ പി ഹാർഡിലും ഉൾപ്പെടുന്നതായിരിക്കണം. അപ്പോൾ എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ് ഹാർഡ് പ്രോബ്ലംസ് ഇൻ എൻ പി ആണ്. ക്ലിയർ ആയോ? അപ്പോൾ എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ് സ്പെഷ്യൽ ആസ് എനി പ്രോബ്ലം ഇൻ എൻ പി ക്ലാസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓർ റെഡ്യൂസ്ഡ് ഇൻ ടു എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ് ഇൻ പോളിനോമിയൽ ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ എൻ പി കംപ്ലീറ്റ് പ്രോബ്ലം പോളിനോമിയൽ ടൈമിൽ റെഡ്യൂസ് ചെയ്തെന്ന് വിചാരിക്കും. ദെൻ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, then one could also solve any NP problem in polynomial time. അതായത് if one could solve an NP complete problem in polynomial time, then one could also solve any NP problem in polynomial time. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ. അപ്പോൾ ഒരു NP കംപ്ലീറ്റ് പ്രോബ്ലം നമുക്ക് പോളിനോമിയൽ ടൈമിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് അതിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിൾ വരുന്നത് ഒന്ന് ഹാമിൽട്ടോണിയൻ സൈക്കിളാണ്. ഹാമിൽട്ടോണിയൻ സൈക്കിൾ പ്രോബ്ലം. പിന്നെ അതുപോലെ തന്നെ വെർട്ടെക്സ് കവർ, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയുള്ളൊരു ഐഡിയ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ടൈപ്പാണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ്, ഈ ഒരു ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. ഹാമിൽട്ടോണിയൻ സൈക്കിൾ നമുക്കറിയാം. ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് എടുത്തു, ഗ്രാഫിന് എന്തുണ്ടായിരിക്കും, വെർട്ടെക്സും എഡ്ജും ഉണ്ടായിരിക്കും അല്ലേ. ഗ്രാഫിന് ഈ ഉള്ളതൊക്കെ എന്താണ്, എഡ്ജുകളാണ്. ഇതൊക്കെ എഡ്ജുകളും ഇതൊക്കെ വെർട്ടെക്സുകളുമാണ് അല്ലേ. അപ്പോൾ ഇത് മൂന്ന് എന്തുണ്ട്, വെർട്ടെക്സും 3 എഡ്ജും ഇപ്പം ഞാൻ ഈ വരച്ചതിലുണ്ട് ആണല്ലോ. അപ്പോൾ ഒരു ഗ്രാഫ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആയിരിക്കണം. ഹാമിൽട്ടോണിയൻ ഗ്രാഫിലുള്ളതിനെയാണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹാമിൽട്ടോണിയൻ സൈക്കിളാണോ ഒരു ഗ്രാഫ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഒരു വെൽ നോൺ ആയുള്ള പ്രോബ്ലമാണ്. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നെറ്റ്വർക്ക് റൗട്ടിങ്ങിലും ഷെഡ്യൂളിങ്ങിലൊക്കെ നമ്മൾ ഹാമിൽട്ടോണിയൻ സൈക്കിളാണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. എന്താണ് ഈ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ വെർട്ടെക്സും എക്സാക്ട്ലി ഒരു ടൈമെങ്കിലും വിസിറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്. ഓരോ വെർട്ടെക്സും എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ഹാമിൽട്ടോണിയൻ പാത്ത്, there is an edge from last vertex to first vertex. നോക്കൂ, ഈ പറഞ്ഞതിൽ നമ്മളെല്ലാം വിസിറ്റ് ചെയ്യുന്നില്ലേ എന്ന് നോക്കി നോക്കൂ. ഈ തന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് വിസിറ്റ് ചെയ്യുന്നതെന്ന് നോക്കി.
ഇതിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഈ ഒരു എക്സാമ്പിളിൽ എല്ലാറ്റിലും നമുക്ക് ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഇത് നോക്കൂ, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്ന് അല്ലേ, വീണ്ടും ഇങ്ങനെ വന്ന്, ഇങ്ങനെയൊക്കെ വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാതും എന്തുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വെർട്ടെക്സും അറ്റ്ലീസ്റ്റ് 1 ടൈം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത് നോൺ ഹാമിൽട്ടോണിയാണ്, കാരണം ഈ ഒരു വെർട്ടെക്സ് എന്ത് ചെയ്യുന്നില്ല, വിസിറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിനകത്ത് ഹാമിൽട്ടോണിയൻ പാത്തൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്ത് എന്താ, EABCD, പിന്നെ B ഇങ്ങോട്ട്, C ഇങ്ങോട്ട്, D ഇങ്ങോട്ട്, കണ്ടോ? അപ്പോൾ ഹാമിൽട്ടോണിയൻ പാത്തായി. അപ്പോൾ ഇങ്ങനെയാണ് ഹാമിൽട്ടോണിയൻ പാത്തൊക്കെ എഴുതുന്നത്. ക്ലിയർ ആയോ?